ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ മുഴുവൻ കോൺഗ്രസ്സുകാരാണോ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ LDFന് വോട്ട് ചെയ്യുന്നവർ മുഴുവൻ LDFുകാരാണോ? അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ മുഴുവൻ BJPക്കാരാണോ? ഞാൻ മുമ്പ് മുതലേ എൻ്റെ സുഹൃത്തുക്കളെടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രവർത്തിക്കാൻ അറിയുന്നവരാണോ രാഷ്ട്രീയത്തിൽ വരേണ്ടത്, അതോ പ്രസംഗിക്കാൻ അറിയുന്നവരാണോ രാഷ്ട്രീയത്തിൽ വരേണ്ടത്? ഇപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നത് പ്രസംഗിക്കുന്നവരാണ്. ഇപ്പോൾ സ്കൂളിൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ കോളേജിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ അതുപോലെയല്ലല്ലോ നമ്മുടെ നാടിന് വേണ്ടി, ഒരു സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അതിന് കുറച്ച് ക്യാപ്പബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരിക്കണം വേണ്ടത്. പ്രസംഗിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും സാധിക്കുന്നവരാണ്. ഇനിയിപ്പോൾ പ്രസംഗിക്കാൻ കഴിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ രണ്ടുപേരോടും നേരെ നോക്കി നിന്ന് സംസാരിക്കാൻ കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കുക. പക്ഷെ അവർ ചിലർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ ഒരുപാട് ആശയങ്ങളും ആവിഷ്കാര ചിന്തകളൊക്കെ ഉള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇത് രണ്ടും ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിരിക്കല്ലേട്ടാ, എന്താ പുള്ളി കാര്യമായിട്ട് സംസാരിക്കണം, എന്താ പറയുന്നതെന്ന് കേൾക്ക്, ശ്രദ്ധിക്കും. ED ഇവിടെ ഒരു കേസിന് വരുമ്പോൾ വണ്ടി തല്ലിപ്പൊളിക്കുന്നു, അത് CPMൻ്റെ രീതി. നമ്മുടെ നരേന്ദ്രമോദിജി ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമം നടത്തുന്നു. അല്ല രാജീവ് ചന്ദ്രശേഖർജി, ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഞങ്ങൾ സുഗതനെ പിന്തുണയ്ക്കുന്നു, അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? BJP കൗൺസിലറായ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പുള്ളി തുടങ്ങിയത്. അതിനാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസ് എതിർത്ത കാര്യം. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞാൽ പോരെ. കാരണം ഇത് രാഷ്ട്രീയമുണ്ട്, എൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. 100% ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. 100% സപ്പോർട്ട് ചെയ്യുന്നു. ഗുണ്ടായിസം അത് രാഷ്ട്രീയത്തിന്റെ ലേബലിലായാലും സ്വകാര്യ കാര്യങ്ങളിലായാലും ചെയ്യുമ്പോൾ അയാളെ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഒരു MLA, ജനപ്രതിനിധി, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയല്ല. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നമ്മളുടെ തലച്ചോറിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് മിക്കവാറും പല രാഷ്ട്രീയ നേതാക്കളും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് എന്നുള്ള രീതിയിലാണ് വി വിൽ ഡിസൈഡ്, വി വിൽ എക്സിക്യൂട്ട്, യു ഹാവ് ടു സഫർ. അതാണ് അവരുടെ രീതി. ഞാനിപ്പോൾ ആരെ വണ്ടി പോയി പൊളിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല, മനസ്സിലായില്ലേ? അത് CPMന് വിട്ടു കൊടുത്താൽ മതി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒന്നുകിൽ പ്രസംഗിക്കാൻ അറിയണം, അല്ലെങ്കിൽ 2 വാക്ക് ജനങ്ങളെ നോക്കി സംസാരിക്കാൻ, അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ നോക്കി സംസാരിക്കാൻ അറിയണം. അത് ചെയ്ത ആൾക്കാർ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് പുള്ളിക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ അതിന് മുതിർന്നാൽ, ഈ മുതിരുമ്പോൾ നേതാക്കന്മാർക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിനൊരു ആഹ്വാനം കൊടുത്ത് അത് ചെയ്യുന്ന അണികളുണ്ടല്ലോ, മണ്ടന്മാരായത്, ഏത് പാർട്ടിയിലും ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരാ ചെയ്യുള്ളൂ. പിന്നീടുള്ള കോൺസിക്വൻസസ് അനുഭവിക്കുന്നവരല്ലേ. ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്ന പോലെ നിങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും ചെയ്താൽ അവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സുഗതനെ സംരക്ഷിക്കാൻ ഈ പാർട്ടി, ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അയ്യോ അയ്യോ, എന്തൊരു തമാശ അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ഇന്ത്യയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. അപ്പോൾ എൻ്റെ പോയിന്റ് എന്താണെന്നറിയോ? അതായത് ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യുക എന്ന് കരുതി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പാടുള്ളൂ. അത് സഖാവാണോ, SHO ആണോ, പോലീസിൽ ഒരു മാർക്സിസ്റ്റ് ആണോ, നിങ്ങൾ കൃത്യമായി എൻ്റെ മെസ്സേജ് പഠിച്ച് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം പുറത്തേക്ക് പറയണ്ടേ, എന്നാലല്ലേ അപ്പുറത്ത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് നിയമപരമായി ചെയ്യും. വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് തല്ലി പൊളിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യില്ല. കാപ്പ വെറുതെ ചുമത്തൂല്ലല്ലോ. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് ഇപ്പൊ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ മുഴുവൻ കോൺഗ്രസ്സുകാരാണോ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ LDFന് വോട്ട് ചെയ്യുന്നവർ മുഴുവൻ LDFുകാരാണോ? അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ മുഴുവൻ BJPക്കാരാണോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന മണ്ടത്തരമല്ലേ. അപ്പൊ ജനപ്രതിനിധിയായി നിയമസഭയിൽ MLA ആയിട്ട് നിൽക്കുന്ന ഒരാൾ പറയേണ്ട കാര്യമാണോ അത്? കാപ്പ ചുമത്തപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടക്കും എന്നൊക്കെ പറയുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. എന്നാൽ ഇങ്ങനെ പറയാം, കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അയാളുടെ ഹിസ്റ്ററി എന്താണെന്ന് പരിശോധിച്ച് ഇത് കെട്ടിച്ചമച്ച ഒരു
കേസാണെങ്കിൽ അതിനുവേണ്ട നിയമ നടപടി ഞങ്ങൾ ചെയ്യും, അയാളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ ഇരിക്കുന്ന കസേരകൾക്ക് അതിൻ്റെതായ വിലയില്ലേ? നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഉമ്മാക്കി, കടക്ക് പുറത്ത്, പരനാറി എന്നൊക്കെ പറയുന്ന ഓരോ കസേരക്കും അതിൻ്റെതായ വിലയുണ്ട്. പേഴ്സണൽ സ്പേസിലും പബ്ലിക് സ്പേസിലും നമ്മൾ ഒരുപോലെ ഇല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളോടും പബ്ലിക്കിനോടും ഒരുപോലെ നമ്മൾ സംസാരിക്കാറില്ലല്ലോ. അപ്പം നമ്മളൊരു പ്രത്യേക ചെയറിലിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ രീതിയിൽ വേണം സംസാരിക്കാൻ.